എന്നാ പിടിച്ചോ. ഹായ്, കൊള്ളാം, നല്ല രസമുണ്ട്. എന്റെ ചക്കര അച്ഛൻ ഉമ്മ. അച്ഛനോട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ സാധനങ്ങളുടെ ദേ മോൾക്കച്ഛൻ പുതിയ ഡ്രസ്സ് കൊണ്ടുവന്നല്ലോ. ഇതല്ല, കമ്പളി പുതപ്പ്. അച്ഛ, എല്ലാ കുട്ടികളുടെയും വീട്ടിലുള്ളതുപോലെ കാറും ബൈക്കുകളും ഒന്നും വേണ്ട. എന്തിനധികം പറയണം? ഞങ്ങൾക്ക് സ്കൂളിൽ മാറി മാറി ഇടാൻ നല്ല യൂണിഫോം പോലും ചോദിക്കുന്നില്ല. പക്ഷേ ഈ തണുപ്പത്ത് പുതയ്ക്കാൻ എല്ലാവർക്കും കമ്പളി പുതപ്പ് വേണം. എനിക്കും വേണം അച്ഛ ഒരു കമ്പിളി പുതപ്പ്. ഉള്ള ഒരെണ്ണം ചേട്ടൻ ഞങ്ങൾക്ക് തരില്ല. അടുത്ത തവണ അച്ഛൻ വരുമ്പോ എന്റെ മക്കൾക്ക് ഉറപ്പായും കമ്പിളി പുതപ്പ് കൊണ്ടുവരാം. അത് മതി അച്ഛ, ഞങ്ങളുടെ ചക്കര അച്ഛൻ. അച്ഛാ, എനിക്ക് 2 ലേസ് ഒരു കുറുക്കുറ. അച്ഛനും മക്കളും സംസാരിച്ചിരുന്ന സമയം പോയി. വേഗം വായോ, കിടക്കാം. ആ സതീശ, നീ എന്തായി രാത്രിയിൽ? വിനോദേ, മലയുടെ അങ്ങാറ്റൊരു ഉരുൾപൊട്ടിനാ കേൾക്കണേ. നല്ല മലയാള ഭാഷയിലുണ്ട്. ആ ശബ്ദം ഞങ്ങളും കേട്ടു മാമ. അത് രണ്ടും കൂടി എന്റെ മുഴുവനായിട്ട് ചവിട്ടിയ ശബ്ദമല്ലേടി. ഈ വശത്തേക്ക് വെള്ളത്തിന്റെ നല്ല ഒഴുക്ക് കാണുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും കുട്ടികളുടെ മുതിർന്നവരെയും കുന്നിന്റെ കിഴക്കേ വശത്തുള്ള മദ്രസയിലേക്ക് മാറ്റാൻ പോവുക. എന്തും എപ്പോഴാണ് സംഭവിക്കുന്നത്, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ വണ്ടി അറേഞ്ച് ചെയ്യാം. ഈ ലക്ഷ്മിയും കുട്ടികളെയും കൂട്ടി സേഫായ ഒരു സ്ഥലത്തേക്ക് മാറിക്കും. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല തോന്നില്ല സതീശേട്ടാ. നമ്മുടെ വീട് കുന്നിന്റെ ഉയർന്ന പ്രദേശത്തായതുകൊണ്ട് വെള്ളം ഒട്ടും ഇത്രയിടം വരെ കയറില്ല. പറയാനുള്ള ഞാൻ പറഞ്ഞു, ഇനിയല്ല നിങ്ങളുടെ ഇഷ്ടം. വിനോദേ, ഫോണിൽ നിന്ന് റേഞ്ച് ഉണ്ടാകുമെന്ന് അറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചു നോക്കും. നീ എന്നാലും അവനോട് എടുത്തടിച്ചതുപോലെ അങ്ങനെ പറയണ്ടായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെ പറയണം? സകലതും വാരിപ്പറക്കി രാത്രി പോകുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. കയറി കിടക്കുന്നവരെ പോണമെന്ന് അത്ര അത്യാവശ്യമാണ്. രാവിലെ ആലോചിക്കാം. എന്തായിട്ടൊരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടാ ശബ്ദം. അമ്മേ, അച്ഛാ, പേടിയാവുന്നു. അച്ഛാ, പേടിയാവുന്നു അച്ഛാ. പേടിക്കണം, അച്ഛൻ്റെ കയ്യിൽ ഒന്നും സംഭവിക്കില്ല. അച്ഛനമ്മയും കൂടെ ഉണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം നാശമുണ്ടാക്കിയ ഉരുൾപൊട്ടലിന് മുമ്പിലാണ് നാം നിൽക്കുന്നത്. ഈ ഭൂമിയിലുണ്ടായിരുന്ന ചെങ്കുറി എന്ന ഗ്രാമം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതെയായി. എത്രയോ ജീവിതങ്ങൾ നിസ്സഹായം നിരാലംബം അവിടെ അവസാനിച്ചു.
സമാധാനത്തോടെ ഉറങ്ങാൻ കിടന്നവരിൽ പലരും ഇന്നത്തെ പുലരിയിലേക്ക് ഉണർന്നില്ല. ജീവസഹായം തേടിയുള്ള അവരുടെ വിലാപങ്ങൾ മണ്ണടരുകൾക്കുള്ളിൽ മൂകം അമർന്നിട്ടു. അവരുടെ വീടുകൾ തകരുകയോ മലവെള്ളത്തിൽ ഒഴുകിപ്പോവുകയോ ചെയ്തു. ഏക യാത്രാമാർഗമായ പാലം ഒലിച്ചുപോയി. പ്രകൃതിയുടെ കലിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചവരാകട്ടെ അഭയം തേടി കുന്നിൻ മുകളിലേക്കും മറ്റും ഓടി. ദുരന്ത ഭൂമിയിൽ ജീവൻ കയ്യിൽ പിടിച്ച് എത്രയോ രക്ഷാപ്രവർത്തകരുണ്ടിപ്പോൾ. ഒരു ഭാഗത്ത് മുട്ടറ്റം ചെളിയും മറുഭാഗത്ത് ഇരമ്പിയാർക്കുന്ന പുഴയും. പ്രതിസന്ധികൾ തീർക്കുമ്പോഴും ഒരു നിമിഷം പോലും പാഴാക്കാതെ കാണാതായവരെ തിരയുകയാണവർ. സൈന്യത്തോടൊപ്പം നൂറുകണക്കിന് NDRF, അഗ്നിരക്ഷ, വനം വകുപ്പ്, പോലീസ് സേനാംഗങ്ങൾ. ജീവന്റെ തുടുപ്പെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അങ്ങേയറ്റം പ്രതികൂല സാഹചര്യത്തിലാണ് തിരച്ചിൽ. എനിക്കിത് താങ്ങാൻ വയ്യേ. നാടൊന്നാകെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന സ്കൂൾ മുറ്റമായിരുന്നു സാറേ ഇത്. പ്രകൃതി സംരക്ഷണ പ്രവർത്തനം നടത്തിയ എൻ്റെ മക്കൾക്ക് തന്നെ ഇത് വന്നല്ലോ. ഈ പ്രകൃതി അവരുടെ ഭാഗ്യമാണെന്ന് ഞാൻ എപ്പോഴും അവരോട് പറയുമായിരുന്നു സാറേ. ഈ പുഴയും മലയും വയലേലകളൊക്കെ അവരുടെ സ്വന്തമാണെന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുമായിരുന്നു സാറേ. എൻ്റെ മക്കൾ പോയി, എൻ്റെ പൊന്നമ്മകൾ പോയി സാറേ. ചടിച്ചേ മഴ പെയ്തുടച്ചേ മിഴി പൂട്ടിയ നേരമിവാനിടിഞ്ഞ് കൈവഴുതി ഉടൽ വേർപിരിഞ്ഞ് പുഴ കാട്ടുതി പോ